ഷംസുൽ ഉലമാ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ അധ്യക്ഷനായി ഒരു കോളിക്കൽ ഒരു സമ്മേളനം നടത്തുകയുണ്ടായി. ആ സമ്മേളനത്തെ ഞാൻ സ്വാഗത പ്രസംഗം ചെയ്തു. നാട്ടുകാരൻ എന്ന നിലക്കാണ് അന്ന് സ്വാഗത പ്രസംഗം നടത്തിയത്. ആ സമ്മേളനം കഴിഞ്ഞവിടെ ബഹുമാനപ്പെട്ട എനിക്ക് അബൂബക്കർ മുസ്ലിയാർ അല്ലാഹു ബർക്കത്തുഹു മഹാനവറുകൾ എന്നെ വിളിച്ച്, നീ ഞങ്ങളുടെ കൂടെ സമസ്തയിൽ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ എനിക്ക് കാര്യത്തിലുണ്ട് എതിരായെന്ന് പിന്നീട് ഞങ്ങളെ തമ്മിൽ അകറ്റിക്കളഞ്ഞത് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഞങ്ങൾ അകന്നു പോയാൽ മാത്രമേ ഇവിടെ വിദ്യാർത്ഥികൾക്ക് കടന്നു വരാൻ കഴിയുകയുള്ളൂ എന്ന് ചില ആളുകൾ മനസ്സിലാക്കിയതിന്റെ പേരാണ് അങ്ങനെ ഉണ്ടായത്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട AP ഉസ്താദിൻ്റെ വിതുമ്പുന്ന വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഉസ്താദും EK ഉസ്താദും തമ്മിലുള്ള ബന്ധം എത്രമാത്രം ദൃഢമായിരുന്നു എന്നുള്ളത്, എത്രമാത്രം സ്നേഹമായിരുന്നു അവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ വാക്കുകളിൽ നിന്ന് തന്നെ ഏതൊരു കുഞ്ഞിനും മനസ്സിലാക്കാൻ കഴിയും. ഇതുതന്നെയാണ് സമുന്നതരായ നേതാക്കന്മാരെല്ലാം ഇരു വിഭാഗങ്ങളിൽ നിന്നും അവർ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയും മറ്റുമൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട അമ്പലക്കടവ് ഹമീദ് ഫൈസി ഉസ്താദ് EK വിഭാഗം സമസ്തയിലെ നേതാവാണ്, പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം. അമ്പലക്കടവ് ഹമീദ് ഫൈസി ഉസ്താദിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഞങ്ങൾ രണ്ടുപേരും അകന്നു പോയാൽ മാത്രമേ ബിദ്അത്ത് അഥവാ മതനവീകരണവാദികൾ, ബിദ്അത്തുകാർക്ക് ഇവിടെ കടന്നു വരാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ചിലരാണ് ഞങ്ങളെ തമ്മിൽ അകറ്റിയത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് നീണ്ട 5 പതിറ്റാണ്ട് കാലം അജയ്യമായ നേതൃത്വം നൽകിയ ഷംസുൽ ഉലമ AK അബൂബക്കർ മുസ്ലിയാരെയും തന്നെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വിധിപ്പിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞത്. ഈ ഭിന്നിപ്പ് മതനവീകരണവാദികൾ നന്നായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉദ്ദേശം 4 പതിറ്റാണ്ട് കാലം സമസ്തയുടെ പോഷക സംഘടനകളുടെ നേതൃസ്ഥാനത്ത് പ്രവർത്തിച്ച ഒരു വിനീതൻ എന്ന നിലയിൽ പറയാൻ കഴിയും. ഇപ്പോഴും ഒരുമിച്ച് പോകുന്നതിന് വിഘാതമായി നിൽക്കുന്ന പ്രധാന തടസ്സം ചിലരുടെ ഇടപെടലുകൾ ആണെന്ന് അനുഭവത്തിൽ ബോധ്യപ്പെട്ടതാണ്. 3 വർഷം മുമ്പ് ഇരുവിഭാഗവും നിശ്ചയിച്ച് 4 വീതം പ്രതിനിധികൾ നടത്തിയ ചർച്ചകളെ തുടർന്നാണ് ഇന്ന് ഈ കാണുന്ന സൗഹൃദം സ്ഥാപിക്കപ്പെട്ടത്. ഉത്തര കേരളത്തിലെ സമുന്നതനായ ഒരു സയ്യിദിൻ്റെ നേതൃത്വത്തിൽ ഇരുവിഭാഗത്തിനുമിടയിൽ രഞ്ജിപ്പുണ്ടാക്കാൻ ശ്രമങ്ങൾ തുടർന്നു വരുന്നു എന്നത് ശുഭസൂചകമാണ്. സുന്നി ആദർശം സംരക്ഷിക്കുകയും മതനവീകരണവാദികളെ നിയമാനുസരണം തടയുകയും ചെയ്യുക എന്ന സമസ്ത ഭരണഘടനയുടെ അടിസ്ഥാന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് സുന്നി സംഘടനകളുടെ ഏകീകരണവും സൗഹൃദവും ഏറെ അനിവാര്യമാണ്. ദയാനിധിയായ നാഥൻ അവൻ ഇഷ്ടപ്പെടുന്ന ഐക്യത്തിനും സൗഹൃദത്തിനും സുന്നികളുടെ കെട്ടുറപ്പിനും സഹായകമായി പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്ന് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് 25/6/2026. ഇതുതന്നെയാണ് നമുക്കൊക്കെയും മനസ്സിലാകുന്നത്. ഉസ്താദ് വിതുമ്പിയത് ആശയപരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായതിൻ്റെ പേരിലല്ല, ആദർശപരമായിട്ടുള്ള വിയോജിപ്പല്ല ഉസ്താദിന് മറുവിഭാഗത്തോടുള്ളത്, അല്ലെങ്കിൽ മറുവിഭാഗത്തിന് ഉസ്താദിനോടുള്ളത് ആദർശപരമായിട്ടുള്ള വിയോജിപ്പല്ല. ആദർശപരമായിട്ട് ആർക്കും ആരോടും ഒരു നിലയ്ക്കുമുള്ള വിയോജിപ്പില്ല. എന്നാൽ ബിദ്അത്തുകാരുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉസ്താദിനും EK ഉസ്താദിനും ഇടയിലുള്ള പ്രശ്നങ്ങളുണ്ടാക്കി, ഇല്ലാ കഥകൾ മെനഞ്ഞു, കുഴപ്പങ്ങളുണ്ടാക്കി, 2 ചേരികളാക്കി. ബിദ്അത്തുകാരുടെ ലക്ഷ്യം ഇവിടെ കൃത്യമായിട്ട് അവർ നിർവഹിച്ചു. അതിൽ ചില രാഷ്ട്രീയ പാർട്ടികളെ കൂട്ടുപിടിച്ചിട്ടാകാം. ഏതായിരുന്നാലും ബിദ്അത്ത് ഇവിടെ വളർന്നു. ആ ബന്ധത്തിനിടയിൽ, ആ വലിയ അമേധ്യമായ വലിയ ബന്ധത്തിനിടയിൽ ഒരു പോറലേൽപ്പിച്ചു. ഇത് താങ്ങാനാകാത്തൊരു കാര്യമാണ്. പരസ്പരം സ്നേഹിക്കുന്നവർക്കല്ലേ അതറിയൂ, സ്നേഹമുള്ളവർക്കല്ലേ അത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. എന്നാൽ ഉസ്താദിൻ്റെ ഈ വിതുമ്പലും മുതലെടുക്കുകയാണ് വട്ടൂരികൾ. കുരുവട്ടൂർ ഷെയ്ഖ് എന്ന് പറയുന്ന ഓമാട്ട് ജാലിൽ അബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം
നല്ല നല്ല രാവുകളിലും ദിവസങ്ങളിലുമാണ് പ്രത്യക്ഷപ്പെടുക. എന്നിട്ടോ അവരെ വിശ്വസിക്കുന്ന കുഞ്ഞാടുകളുടെ ഈമാന് മുഴുവനും കുളം തോണ്ടിയിട്ടാണ് അദ്ദേഹം രാജ്യം വിടുന്നത്. ഇപ്പോൾ മറ്റു ദുബായിൽ നിന്നോ മറ്റോ ഒക്കെ ലോകമൊക്കെ നിയന്ത്രിക്കുന്ന ആളാണെന്ന് പറഞ്ഞ് വാദിച്ച് നടക്കുന്ന അദ്ദേഹം ഇത് മുഹറം 10 രാവിനും ഇറങ്ങിയിട്ടുണ്ട് ആശ്രമത്തിൽ. എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയോ? വീരവാദം AP ഉസ്താദ് വിതുമ്പിയത് അത് നൗഷാദിൻ്റെ പ്രസംഗം കേട്ടിട്ടാണ്. നൗഷാദിൻ്റെ പ്രസംഗം കേട്ടിട്ടാണ് പോലും AP ഉസ്താദ് വിതുമ്പിയതും അത് തൗബ ചെയ്തതാണ് എന്നൊക്കെയാണ് ഇവൻ പറഞ്ഞു പരത്തുന്നത്. അതൊന്ന് നമുക്ക് കേൾക്കാം. നമ്മൾ ഇതിൽ തന്നെ നിന്നാൽ നമുക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു കോണൊന്നും ഉണ്ടാവില്ല, നമുക്ക് പ്രത്യേക സ്ഥാനവും അധികാരവും ഒന്നും ഉണ്ടാവില്ല. നമ്മളെന്നും ഇവൽക്കിങ്ങനെ ഒത്താശ ചെയ്ത് ഇതിൻ്റെ കൂടെ നിൽക്കേണ്ടി വരും എന്നുള്ള ചിന്തയെന്നാണല്ലോ അന്ന് നിങ്ങൾ പ്രത്യേകം അധികാരവും അർഹതയും സ്ഥാനവും ഒക്കെ കിട്ടാൻ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിറ മഹാനുള്ള ചിന്തയെന്നാണല്ലോ അന്ന് നിങ്ങൾ പ്രത്യേകം അധികാരവും അർഹതയും സ്ഥാനവും ഒക്കെ കിട്ടാൻ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിറ മഹാനവറുകളെ അടങ്ങേറാക്കിയത്. ഇന്നായിരുന്നു നിലവച്ചിട്ട് കഴിച്ചിലാകുന്ന കാര്യമാണോ അത്? എത്ര ആളുകൾ കൊല ചെയ്യപ്പെട്ടു അതിൻ്റെ പേരിൽ, എത്ര എന്തെല്ലാം വീടുകൾ വേറെയായി, ഏതെല്ലാം നാടുകളിൽ എന്തെല്ലാം ഫസാദുണ്ടായി, എന്തെല്ലാം ഫിത്നയുണ്ടായി. ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ഇന്ന് ഓർത്ത് പൊട്ടിക്കരയുകയാണ് ഉസ്താദ്. എവിടെ എത്തി? പിന്നെ നിങ്ങളെ സംഘടനയ്ക്ക് എന്ത് വില കൂട്ടലുള്ളേ? നിങ്ങൾ ആ സംഘത്തിന് പിന്നെ എന്ത് വിലണ്ട്? ചെയ്തത് തെറ്റായെന്ന് കരുതി ഇന്ന് ഒരാൾ കരയുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവനും ബാത്തിലായില്ലേ? ചെയ്യുന്ന എല്ലാം ബാത്തിലായി. ഇനി എല്ലാം നിർത്തി വെക്കുക. അഹ്സനി ഉസ്താദ് പറയുന്നത് പോലെ, അൻവരി ഉസ്താദ് പറയുന്നത് പോലെ, തൊഴിയൂർ ഉസ്താദൊക്കെ പറയുന്നത് പോലെ, അതുപോലുള്ള ഉസ്താദുമാർ മറ്റു പലരും പറയുന്നത് പോലെ ശംസുൽ ഉലമന്റെ മദ്ഹ പറയാ, മഹാന്മാരെ മഹത്വം പറയാ. അങ്ങനത്തെ ഉലമാഇന്റെ മഹത്വം പറഞ്ഞ് ഇവിടെ മശായിഖന്മാരെ സ്ഥിരപ്പെടുത്തിയവരുണ്ട്. അത് നമ്മൾ വെറുതെ പറയണമെന്നല്ല. മശായിഖന്മാർ അവരെ നാവ് കൊണ്ട് നേരിട്ട് പറയുന്നത് കേട്ടിട്ടാണ് നമ്മൾ ആ വാക്ക് പറയുന്നത്. അതെന്നെ സ്ഥിരപ്പെടും. ഇത്രയും കാലമായിട്ട് ഇപ്പോൾ അഹ്സനി എന്നെ നിങ്ങൾക്ക് വയല് പറഞ്ഞ് തരേണ്ടി വന്നില്ലേ ഈക്കൻ്റെ പവർ? ഇത്രയും 10, 30, 40 കൊല്ലത്തിൻ്റെ ഇടയിൽ ശംസുൽ ഉലമനെ ഓർത്ത് കരയാൻ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അഹ്സനി ഉസ്താദിൻ്റെ വഅദിൻ്റെ ഫലം മാത്രമാണ്. അഹ്സനി ഉസ്താദിൻ്റെ വഅദ് കേട്ട് കേട്ട് ശംസുൽ ഉലമ എന്ന ആ മഹാമനീഷിയെ പറ്റി നിങ്ങൾക്ക് ഓർക്കേണ്ടി വന്നു. ഞങ്ങളെ വഅദ് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന നിങ്ങളാന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് കേൾക്കണം, ഏത് രൂപത്തിൽ നിങ്ങൾ പഠിക്കണം, അതന്നെ ഓരോ കാലത്തും നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കണ്. അത് നിർത്തൂല, അത് പഠിക്കന്നെ ചെയ്യും. നിങ്ങളിപ്പം മുടക്കാനുള്ള പൂതിയൊക്കെ ഇപ്പം കഴിഞ്ഞ്, ഇപ്പം നിങ്ങൾക്ക് അതിനൊന്നും കഴിയണില്ല. ഇപ്പം വേറെ പല വിധനയായിട്ട് നടക്കുക. ഏതായാലും ഈ നല്ല മുഹറം 10 രാവിലെ ഞാനിപ്പം ഇതൊന്നും പറയാൻ വിചാരിച്ചല്ല. ഏതായാലും നമ്മൾ വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വേണം ഈ കാര്യത്തിൽ പോകാൻ. കേട്ടല്ലോ, നൗഷാദിന്റെ പ്രസംഗം കേട്ടിട്ട് ഉസ്താദിന് ഇങ്ങനെ വിതുമ്പാഞ്ഞിട്ട് ഇപ്പോൾ ഇന്നലെയാണ് അതിനൊരു അവസരം കിട്ടിയതെന്നാണ് ഇവർക്കൊക്കെ മനസ്സിലായത്. അതിന് ഉസ്താദ് പറഞ്ഞതും കാര്യങ്ങളും ഉൾക്കൊള്ളണമെങ്കിൽ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനം ഹൃദയത്തിൽ വേണ്ടേ? അതില്ലാത്ത ഇവന്മാർക്ക് ഇങ്ങനെ തോന്നുള്ളൂ. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ, ഖതമല്ലാഹു ഖുലൂബഹും, അവരുടെ ഹൃദയത്തിൽ സീൽ വെച്ചുപോയി. ഇനി അവരുടെ ബിസിനസ് പുഷ്ടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ തന്ത്രങ്ങളും അവരിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ഇവരുടെ ആശ്രമത്തിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് എന്തെല്ലാം തന്ത്രങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ സീസണിൽ ഓരോന്നാണ്. ഇപ്പോൾ ഫിഫ വേൾഡ് കപ്പ് നടക്കുകയാണല്ലോ. അപ്പോൾ കുട്ടികളൊക്കെ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ഒക്കെ ഒരു കൈയടി കിട്ടാൻ വേണ്ടിയിട്ട് ഫിഫ വേൾഡ് കപ്പിനെയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കളികളെയും ഒക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ അടുത്ത് പ്രസംഗിച്ചത്. അതേതായാലും ചീറ്റിപ്പോയിട്ടുണ്ട്. ഏതായാലും പൊതുജനങ്ങൾക്ക് ഒരു ബോധമുണ്ട് ഒരു മുസ്ലിമിൻ്റെ ആദർശം എന്താണ് എന്നുള്ളത്, ഉസ്താദുമാർ എങ്ങനെയാണ് പറയുക എന്നുള്ളത് പൊതുജനങ്ങൾക്ക് കൃത്യമായിട്ടൊരു ധാരണയുണ്ട്. അതിനെതിരെ പ്രസംഗിച്ചപ്പോൾ അതേതായാലും പാളിപ്പോയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് EK ഉസ്താദിൻ്റെ ആദർശം പറഞ്ഞു നടക്കുന്നത്. ഞങ്ങൾ EK ഉസ്താദിൻ്റെ ആശയത്തിലും ആദർശത്തിലും ഞങ്ങൾ മാത്രമാണ് എന്ന നിലയ്ക്കൊക്കെയാണ് ഇവരുടെ പലരുടെയും പ്രസംഗം നടക്കുന്നത്. എന്നാൽ EK ഉസ്താദിന് തെറ്റുപറ്റിയിട്ടുണ്ടെന്നും ശരീഅത്ത് പരമായിട്ട് ഉസ്താദിന് തെറ്റുപറ്റിയിട്ടുണ്ട് എന്നുള്ള പറഞ്ഞത് ഇവൻ്റെ അളിയനാകുന്ന സാക്ഷാൽ സമതാണ്. അതൊന്ന് കേട്ട് വരാം.
ഷറഇൽ എന്ത് പഴമാണ് ഇ കെ ഉസ്താദിന് പഴച്ചത് എന്നു നിങ്ങൾ പറഞ്ഞിട്ടില്ല. പുത്തനാശയക്കാരോട് ബിദാത്തുകാരോട് കൂട്ടുകൂടാൻ പാടില്ല എന്നുള്ളത് ഇവിടെ സ്ഥിരപ്പെട്ട ഒരു ദീനിന്റെ നിയമമാണ്. അതിന് എതിരായി 89-ൽ ശംസുലുലമയുടെ ഭാഗത്തു നിന്നൊരു സഞ്ചാരമുണ്ടായി. ഇ കെ ഉസ്താദിന് ബിദഅത്തുകാരോടുള്ള ആ ഒരു അനുരജ്ഞം അത് ശരീഅത്തുപരമായിട്ടുള്ള തെറ്റാണ്. അതുകൊണ്ടാണ് ഉസ്താദിന് ഇറങ്ങിപ്പോകേണ്ടി വന്നതുള്ളത് പറഞ്ഞത് ഈ സാക്ഷാൽ സമതാണ്. അപ്പോൾ ഇ കെ ഉസ്താദ് തെറ്റ് ചെയ്തു എന്നാണ് ഇപ്പോൾ സമദ് പറഞ്ഞത്, കേട്ടില്ലേ? എന്നിട്ട് എ പി ഉസ്താദ് തൗബ ചെയ്തു എന്നാണ് പറയുന്നത്. ഇപ്പൊ എല്ലാം തൗബയാണ്, കാണുന്നതൊക്കെയും തൗബ. ഇപ്പൊ എല്ലാവരും തൗബ ചെയ്തു. ഇബ്ലീസ് തൗബ ചെയ്ത് വാദിച്ച് ഇപ്പൊ ഇബ്ലീസ് ഇവരെ തോന്നിപ്പിക്കുന്നത് ആരെങ്കിലും ഒന്ന് കണ്ണുനീര് വരുമ്പോഴേക്കും അയാൾ തൗബ ചെയ്യാണ്. എല്ലാം തൗബയായി മാറി. കാരണം ഇബ്ലീസിനെ തൗബ ചെയ്യിക്കാൻ നടന്നതല്ലേ, ഇപ്പൊ എല്ലാവരെയും തൗബ ചെയ്യിപ്പിക്കാൻ നടക്കുകയാണ്. അപ്പൊ ഏതായിരുന്നാലും വട്ടൂരി ഷെയ്ഖിന്റെ ഒരു തന്ത്രവും ഇപ്പോൾ വിലപ്പോകുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഏതായിരുന്നാലും സുന്നികളെല്ലാം ഐക്യപ്പെടട്ടെ. സുന്നികളെല്ലാം ഒറ്റ മനസ്സിൽ ബിദഅത്തുകാർക്കെതിരെ ശക്തമായിട്ട് ആഞ്ഞടിക്കുകയാണ്. ആ അവസരത്തിൽ ഇനി ഇവർക്കിനി നിലനിൽപ്പില്ല. കാരണം കള്ള ത്വരീഖത്തിനെതിരെ ആഞ്ഞടിക്കുന്ന സ്വഭാവം ഇ കെ ഉസ്താദ് പഠിപ്പിച്ചു തന്നതാണ്. ഇ കെ ഉസ്താദിന്റെ ആശയമാണ് ഇത്തരത്തിലുള്ള ഈ പറയുന്ന പുതപ്പ് മൂടി നടക്കുന്ന കള്ള ശൈഖന്മാരെ ആഞ്ഞടിക്കുക എന്നുള്ളത്. ബഹുമാനപ്പെട്ട ഇ കെ ഉസ്താദ് തന്നെ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഇത്തരത്തിലുള്ള പുതപ്പ് മൂടിയ കള്ള ഔലിയാക്കളെയും കള്ള ശൈഖന്മാരെയും വളരെ ശക്തമായ ഭാഷയിൽ ഉസ്താദ് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപം തള്ളി പറഞ്ഞുകൊണ്ടുള്ള എത്രയോ കള്ളശൈഖന്മാരെ കേരളത്തിലുണ്ട്. അവരുടെ കർമ്മം, അവരുടെ പ്രവൃത്തി നമ്മൾ ചെയ്യുന്ന 10,000 ശരികളുടെയും മേലെയാണ്. യഹ്യൽ ബുഖാരി തങ്ങൾ നമ്മുടെ കാഴ്ചയിൽ അവരെടുത്തുനിന്ന് നമ്മൾ കാണുമ്പം തെറ്റാണെന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന 10,000 ശരികളുടെയും മേലെയാണെന്ത് നമ്മളെ കാഴ്ചയിൽ ഓരോ ഒരു തെറ്റ്. അപ്പൊ എന്താ അതിന്റെ പവർ? നമുക്ക് കള്ളത്തരാന്ന് തോന്നുന്നത് എന്തോ ഒരു കാര്യം. നമ്മൾ പലതും പഠിച്ചുവെച്ചതുണ്ടാവും, മനസ്സിലാക്കി വെച്ചതുണ്ടാവും, പല സംഭവവും. തനി ഹൈന്ദവ സിദ്ധാന്തവുമായി കേരളത്തിൽ കുറെ കള്ളശൈഖന്മാരും അദ്വൈത സിദ്ധാന്തങ്ങൾ, പുനർജന്മവാദം, ഈ നിലക്കുള്ള സിദ്ധാന്തങ്ങളുമായി കള്ളശൈഖന്മാരെ കേരളത്തിൽ വന്നു. ആ കള്ളശൈഖന്മാരെ എല്ലാം തന്നെ നിലക്ക് നിർത്താനും അതിന്റെ പൊള്ളത്തരം ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കാനും സമസ്തയുടെ നമുക്ക് സാധിക്കും. അപ്പൊ ഉസ്താദ് പറയുന്നത് കേട്ടല്ലോ. അപ്പോ ആ പുതപ്പും മൂടി നടക്കുന്ന ഈ കള്ള ശൈഖിനോട് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട ഇ കെ ഉസ്താദിന്റെ ആശയം അണുമണി നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, കൂടെയുള്ളവരോടാണ് പറയുന്നത്, ഈ നിങ്ങൾക്ക് ഇ കെ ഉസ്താദിന്റെ ആശയം അണുമണി നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ വേഗം ആ ആശ്രമം വിട്ടോ. വേഗം ആശ്രമം വിട്ട് തൗബ ചെയ്ത് മടങ്ങിക്കോ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ. അതല്ലാതെ തൻ്റെ വലുപ്പത്തരം മാത്രം പറഞ്ഞുകൊണ്ട് ആളെ പിടിക്കാൻ നടക്കുന്ന, ഈ പുതപ്പും മൂടി നടക്കുന്ന ഈ ഷെയ്ഖിന്റെ പിന്നാലെ പോയാൽ ആഖിറം നഷ്ടപ്പെടുമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മാത്രമല്ല, ഇപ്പോൾ ഇ കെ സമസ്തയുമായി ഒത്തുചേർന്ന് പോകാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു സ്ഥിതിയൊന്നും എന്തായാലും എ പി അബൂബക്കർ മുസ്ലിയാരുടെ സംഘടനയ്ക്കില്ല, എ പി സമസ്തയ്ക്കില്ല. അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. കാരണം അതിനേക്കാൾ ഈ പറഞ്ഞ എല്ലാ അർത്ഥത്തിലും ഒരു കേഡർ സ്വഭാവം പാലിക്കുന്ന ഒരു സംഘടന. വലിപ്പത്തിൽ ചെറുതായിരിക്കും, പക്ഷേ ആ കേഡർ സ്വഭാവമുണ്ട്, കരുത്ത് കാണിക്കുന്ന ഒരു സംവിധാനമാണ്. ധാരാളം പ്രസ്ഥാനങ്ങളുണ്ട്, വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങളുണ്ട്. രാജ്യം മുഴുവൻ അദ്ദേഹം വേറൊരു നിലയിലേക്ക് ഉയർന്നു നിൽക്കുന്ന ഒരു കാലം, രാജ്യത്തിനപ്പുറത്തുമൊക്കെ ഉയർന്നു നിൽക്കുന്ന ഒരു കാലത്താണ് അദ്ദേഹം ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ഇനി പുതിയൊരു കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ട കാര്യമില്ല. അതിനുവേണ്ടി അദ്ദേഹത്തിന് എന്തെങ്കിലും പറയേണ്ട ആവശ്യവുമില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത സായന്തനത്തിൽ അദ്ദേഹം ആത്മാർത്ഥമായി ആ വേദന പങ്കുവയ്ക്കുന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ മാത്രമല്ല, അദ്ദേഹം